നമസ്കാരം. കോഴിക്കോട് വടകരയിൽ കാരവാനിനകത്ത് 2 യുവാക്കളുടെ മൃതദേഹം കണ്ടെത്തിയ സംഭവത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്ത്. ഇവരുടെ മരണകാരണം ജനറേറ്ററിൽ നിന്നുള്ള വിഷപ്പുകയാണെന്ന് കണ്ടെത്തിയിരിക്കുകയാണ്. വാഹനത്തിലെ ജനറേറ്ററിൽ നിന്നും പുറംതള്ളിയ കാർബൺ മോണോക്സൈഡാണ് യുവാക്കളുടെ മരണത്തിന് കാരണമെന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. ജനറേറ്റർ വാഹനത്തിന് പുറത്ത് വയ്ക്കാതെ പ്രവർത്തിപ്പിച്ചതാണ് വിഷപ്പുക അകത്തു കയറാൻ കാരണമായത്. മലപ്പുറം എടപ്പാളിലെ ലൈഫ് ലൈൻ ഹോസ്പിറ്റാലിറ്റി കമ്പനിയിലെ ജീവനക്കാരനായ മനോജ്, ജോയൽ എന്നിവരാണ് മരിച്ചത്. മലപ്പുറം വണ്ടൂർ വാണിയമ്പലം സ്വദേശിയാണ് മനോജ്. ജോയൽ കണ്ണൂർ പാറശ്ശേരി സ്വദേശിയും. കുന്നംകുളത്തുകാരായ ഒരു കുടുംബത്തെ ഞായറാഴ്ച ഒരു കല്യാണത്തിൽ പങ്കെടുപ്പിക്കുന്നതിലേക്കായി കാരവാനിൽ കണ്ണൂരിലെത്തിച്ചിരുന്നു. ശേഷം അന്നു രാത്രി 11:30-ഓടെ ജോയലും മനോജും കണ്ണൂരിൽ നിന്ന് തിരിക്കുകയും ചെയ്തു. 12:30-ഓടെയാണ് കരിമ്പനപ്പാലത്ത് റോഡരികിൽ വാഹനം നിർത്തിയിട്ടത്. തിങ്കളാഴ്ച ഉച്ചയോടെ വാഹനം മലപ്പുറത്ത് എത്തേണ്ടതായിരുന്നു. കാരവാൻ എത്താത്തതിനെ തുടർന്ന് കമ്പനി നടത്തിയ അന്വേഷണത്തിലാണ് കരിമ്പനപ്പാലത്ത് നിർത്തിയിട്ടിരിക്കുന്നതായി GPS-ന്റെ സഹായത്തോടെ കണ്ടെത്തിയത്. പിന്നാലെ പ്രദേശവാസികളിൽ ഒരാളെ അറിയിക്കുകയായിരുന്നു. തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് മൃതദേഹങ്ങൾ കണ്ടെത്തിയത്. കാരവാന്റെ പുറകിലായി പുതച്ച നിലയിലായിരുന്നു ജോയലിന്റെ മൃതദേഹം. കാരവാനിൽ വാതിലിനോട് ചേർന്നായിരുന്നു മനോജിന്റെ മൃതദേഹം കണ്ടെത്തിയത്. മനോജിന്റെ കയ്യിൽ വണ്ടിയുടെ താക്കോലുണ്ടായിരുന്നു. അതേസമയം സാധാരണയായി കാരവാനിൽ 2 തരം AC-കളാണ് ഉപയോഗിക്കുന്നത്. വാഹനം ഓടിക്കൊണ്ടിരിക്കുമ്പോൾ വാഹനത്തിലെ AC-യും നിർത്തിയിട്ടിരിക്കുമ്പോൾ സ്പ്ലിറ്റ് AC-യും. അപകടം നടന്ന കാരവാൻ നിർത്തിയിട്ടിരുന്നതുകൊണ്ട് സ്പ്ലിറ്റ് AC ആയിരിക്കും ഉപയോഗിച്ചിട്ടുണ്ടാവുക. സ്പ്ലിറ്റ് AC പ്രവർത്തിപ്പിക്കുന്നത് ജനറേറ്റർ ഉപയോഗിച്ചാണ്. ഇത് വാഹനത്തിന് പുറത്തേക്ക് വരുന്ന രീതിയിൽ വേണം വച്ചുപയോഗിക്കാൻ. കാരവാനുള്ളിൽ ഇത്തരത്തിലുള്ള സംവിധാനമുണ്ട്. ഇങ്ങനെ ഉപയോഗിച്ചില്ലെങ്കിൽ ജനറേറ്ററിൽ നിന്നുള്ള പുക വാഹനത്തിനുള്ളിൽ കടക്കാൻ സാധ്യതയുണ്ട്. അത് മരണകാരണമാകാം. AC-ക്ക് തകരാർ സംഭവിച്ച് ഗ്യാസ് ലീക്കേജ് ഉണ്ടായാലും അപകടം സംഭവിക്കാം. എന്നാൽ വടകരയിൽ സംഭവിച്ച അപകടത്തിന് ഇതിലേതാണ് കാരണമെന്ന് വ്യക്തമല്ല. അപൂർവമാണ് ഇങ്ങനെയുള്ള അപകടങ്ങൾ. ലോകത്തിന്റെ പലയിടത്തും ഇങ്ങനെ മരണം സംഭവിച്ചിട്ടുണ്ട്. പെട്രോളിന്റെയോ ഡീസലിന്റെയോ പൂർണ്ണ ജ്വലനം നടന്നാൽ കാർബൺ ഡയോക്സൈഡ്, നീരാവി ഇവയാണ് ഉണ്ടാവുക. എന്നാൽ അപൂർണ ജ്വലനം നടത്തുമ്പോൾ, അതായത് ജ്വലനത്തിനായി ആവശ്യമായ ഓക്സിജന്റെ അഭാവത്തിൽ ചെറിയ അളവിൽ കാർബൺ മോണോക്സൈഡ് ഉണ്ടാവാനും സാധ്യതയുണ്ട്. ഇത് എക്സ്ഹോസ്റ്റ് പൈപ്പിൽ ഘടിപ്പിച്ച കാറ്റലിക് കൺവെർട്ടർ എന്ന സംവിധാനം വച്ച് വിഷമുക്തമാക്കി മാറ്റും. സാധാരണഗതിയിൽ കാറുകളിൽ ഇത് യാതൊരു പ്രശ്നവും ഉണ്ടാക്കാറില്ല. എങ്കിലും ഏതെങ്കിലും കാരണം കൊണ്ട് ഈ പുക അകത്തു കയറിയാൽ അപകടമാണ്. എന്തായാലും ഈ 2 മരണത്തിലും ഇത് തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. ജോയലിന്റെയും മനോജിന്റെയും മരണത്തിൽ ഞെട്ടലിലാണ് നാട്ടുകാരും ബന്ധുക്കളും. കാരണം ഒരു കല്യാണത്തിന് വേണ്ടി പുറപ്പെട്ടതാണ് ഇരുവരും. യാത്രക്കാരെ സുരക്ഷിതമായി ഇറക്കിയ ശേഷമാണ് ഇവർ മരണത്തിലേക്ക് കടന്നത്. മലപ്പുറം വണ്ടൂർ വാണിയമ്പലം സ്വദേശിയാണ് മനോജ്. കണ്ണൂർ സ്വദേശിയാണ് ജോയല്. ബന്ധുക്കളും വീട്ടുകാരുമെല്ലാം ഇവരെ ഫോണിൽ വിളിച്ചിരുന്നു. പക്ഷേ യാതൊരു വിവരവും ഉണ്ടായില്ല. പിന്നീടാണ് റോഡരികിൽ വാഹനം നിർത്തിയിട്ടത് നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെട്ടത്. പിന്നീട് ഇവർ ഏകോപിച്ചതിനെ തുടർന്നായിരുന്നു മറ്റ് ആളുകളും സ്ഥലത്തേക്ക് എത്തിയത്. പിന്നീട് പോലീസിനെ വിവരം അറിയിക്കുകയായിരുന്നു. അങ്ങനെയാണ് 2 പേരുടെയും മൃതദേഹങ്ങൾ കണ്ടെത്തിയത്.